പക്ഷേ റഷ്യയ്ക്കും ചൈനയ്ക്കും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അമേരിക്ക വീണ്ടും രംഗത്തെത്തുകയാണ്. F-47 ഫൈറ്റർ ജെറ്റുമായി അമേരിക്ക വരുമ്പോൾ എങ്ങനെ ഇതിനെ ചൈനയെ റഷ്യയെ നേരിടും? അപ്പോൾ ഈയിടെയാണ് ഈ F-47 പൊതുജനത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ വാസ്തവത്തിൽ 5 വർഷത്തോളമായത് ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈയിടെയാണ് ഒഫീഷ്യലി അത് US എയർഫോഴ്സിലേക്ക് ഈയിടെയാണ് ഇൻഡക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ചടങ്ങ് നടന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ മനുഷ്യചരിത്രത്തിൽ ആദ്യത്തെ 6th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയിട്ടാണ് അത് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ ചടങ്ങിൻ്റെ പ്രാധാന്യം ഒന്ന് ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നു, പിന്നെ ഡിഫൻസ് സെക്രട്ടറി ഹെക്സത്ത് എന്ന് പറയും, പീറ്റ് ഹെക്സത്ത് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, പിന്നെ US എയർഫോഴ്സിൻ്റെ ചീഫ് ഉണ്ടായിരുന്നു ജനറൽ ഡേവിഡ് ആൽവിൻ. ഇവരെല്ലാവരും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ ആ ചടങ്ങിൽ വെച്ച് ഈ പ്ലെയിനിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഓഫ് കോഴ്സ് ദി ഫസ്റ്റ് 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ബീങ്സ്. പിന്നെ വേറൊരു കാര്യം അതിനെപ്പറ്റി പറഞ്ഞത്, ദിസ് ഈസ് മോർ ലീതൽ, അഡ്വാൻസ്ഡ് ആൻഡ് കേപ്പബിൾ ദാൻ എനി ഫ്ലൈയിങ് ഓബ്ജക്റ്റ് ഓർ അഡ്വേഴ്സറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലത്തെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള, ഇത്രയും ലീതലായിട്ടുള്ള അല്ലെങ്കിൽ മാരകമായ ശക്തിയുള്ള വേറൊരു പ്ലെയിൻ ഇല്ല മനുഷ്യവംശത്തിന് ഇപ്പോൾ നിലവിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു സെൻറ്റൻസ് കൂടി ആഡ് ചെയ്തു, ഇറ്റ് ഈസ് എ നൈറ്റ് മെയർ ടു ദി എനിമീസ്. ശത്രുക്കൾക്കൊക്കെ ഇതൊരു ദുസ്വപ്നമായിരിക്കും. കാരണം ഇറ്റ് ക്യാൻ ഔട്ട് മാച്ച്, ഔട്ട് പേസ് ആൻഡ് ഔട്ട് മനൂവർ എനി എയർക്രാഫ്റ്റ് അവൈലബിൾ നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ കഴിവും കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയിനായിട്ടാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു പേര് F-47 എന്നാണ്. സാധാരണ അമേരിക്കയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റിനൊക്കെ സ്വല്പം പേടി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പേരായിരിക്കും. ഏതെങ്കിലും മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ അങ്ങനെയൊക്കെയുള്ള പേരായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫാൽക്കൺ എന്നുണ്ട്, പിന്നെ ഈഗിൾ, ടോം കാറ്റ്, ഫാൻറ്റം, ഇൻട്രൂഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്ലെയിനുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സ്വല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ ആരോ ഈ ട്രംപിനോട് ചോദിച്ചു എന്താ ഇതിൻ്റെ പേര്, ഈ 47ൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആകെ ഇത്രേ പറഞ്ഞുള്ളൂ, ഇറ്റ് ഈസ് എ ഗുഡ് നമ്പർ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ അങ്ങ് പറഞ്ഞു. പക്ഷേ 47 ഗുഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ട്രംപ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഹീസ് ദി 47th പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ അങ്ങനെ 47 ഒരു പ്രസക്തിയുണ്ട്. പിന്നെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്കൻ എയർഫോഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1947 അപ്പോൾ ആ രീതിയിലും 47 ഒരു പ്രസക്തിയുണ്ട്. എന്തായാലും F-47 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് 6th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ വാസ്തവത്തിൽ ട്രംപ് ഇത് ചെറുതായിട്ടൊന്ന് തടയാൻ ശ്രമിച്ചിരുന്നു. ട്രംപല്ല, ബൈഡൻ്റെ കാലത്ത് ഇതിനൊരു തടയിടാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുടങ്ങണമെങ്കിൽ $20 ബില്യൺ മുടക്കിയാൽ ഇതിൻ്റെ ഈ പദ്ധതി ഒന്ന് തുടങ്ങി വയ്ക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ $300 മില്യൺ. അപ്പോൾ ഈ $300 മില്യൺ $20 ബില്യൺ ഒക്കെ ഇന്ത്യൻ റുപ്പീസിലൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത തുകകളാണ്. ഇങ്ങനത്തെ തുകകളായതുകൊണ്ടാണ് ഈ ബൈഡൻ ഇടയ്ക്ക് വെച്ച് തന്ന താളത്തിലിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇറ്റ് ക്യാൻ ബേൺ ഹോൾസ് ഇൻ ദി പോക്കറ്റ് എന്നാണ്. പോക്കറ്റിൽ തുള വീഴുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ വില ആയിട്ട് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബൈഡൻ ഇതിനൊരു ചെറിയ തടസ്സം സൃഷ്ടിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ബോയിങ് എന്ന് പറയുന്ന കമ്പനിയാണ്. ബോയിങ് കുറേ നാളായിട്ട് പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവരുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ എയർഫോഴ്സൊക്കെ ആയിരുന്നു, അമേരിക്കൻ ആർമിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ബോയിങ്ങിന് അവർ പതുക്കെ ഒന്ന് പിന്നോട്ട് വിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ കണ്ടിരുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അമേരിക്കയുടെ എയർഫോഴ്സ് പ്ലെയിനിൻ്റെ കാര്യത്തിൽ അവർ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. F-16, F-35 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നു. ഇപ്പോൾ ഈ ഓർഡർ ഇവർക്ക് കൊടുത്തു, അതായത് ബോയിങ്ങിന്. അപ്പോൾ ബോയിങ്ങിന് ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബോയിങ്ങിൻ്റെ ഷെയർ പ്രൈസിൽ നിയർലി 5% ഇൻക്രീസും വന്നു. ഈ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയുടെ
ഷെയർ പ്രൈസിൽ 5% ഡൗൺഫോൾ അല്ലെങ്കിൽ കീഴ്പോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അമേരിക്ക പെട്ടെന്ന് ഇങ്ങനെ ഇതിൽ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ കാലത്തൊക്കെ ബാക്കിയുള്ളവർ വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ചൈന വെറുതെ ഇരിക്കായിരുന്നില്ല. അവർ വളരെയധികം പ്രോഗ്രസ് നേടി ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവർക്കും അവരുടേതായ ലേറ്റസ്റ്റ് വെർഷൻസ് ഉണ്ട്. ചൈനയുടെ ലേറ്റസ്റ്റിന് പറയുന്നത് J-36 ചെങ്ഡു എന്ന് പറയുന്ന പ്ലെയിനാണ്. അപ്പോൾ അതൊക്കെ കുറേ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് അതിനെയും കടത്തി വെട്ടുന്ന രീതിയിൽ അമേരിക്ക ഈ പ്ലെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പിന്നെ റഷ്യക്കാണെങ്കിൽ സുഖോയ് ക്ലാസ്സിൽപ്പെട്ട Su-57 ഫെലൺ എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും കൂടിയ ഫ്ലൈറ്റ്. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടാനായിട്ടാണ് ഇതിനേക്കാളും ഒന്നും കൂടി അഡ്വാൻസ്ഡ് വേർഷനായിട്ട് ഇപ്പോൾ ബോയിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും വില ഏറിയ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അമേരിക്ക ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്ലി കൺട്രീസിനൊക്കെ അവർക്കും ഇത് സപ്ലൈ ചെയ്യും. സാധാരണ ചില പ്ലെയിനൊക്കെ അമേരിക്ക മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല, അവർ മാത്രം ഉപയോഗിക്കാറാണ്. പക്ഷേ ഇത് ഫ്രണ്ട്ലി കൺട്രീസിന് സപ്ലൈ ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ വലിയ ചിലവ് ഉണ്ടാകാത്ത രീതിയിൽ പെർ പീസ് ചിലവ് കുറയുന്ന രീതിയിലാണ് ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പൈലറ്റിൻ്റെ റിഫ്ലക്സസിനൊക്കെ വലിയ പ്രാധാന്യമില്ല. അതിനേക്കാൾ കൂടുതലായിട്ട് AI ആണ് വർക്ക് ചെയ്യുന്നത്. AI ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ പിന്നിൽ നിന്നൊരു മിസൈൽ വരുന്നുണ്ട് ഈ ഫ്ലൈറ്റിന് നേരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൈലറ്റ് അറിഞ്ഞെന്ന് വരില്ല. അതെല്ലാം അവിടെ തന്നെ AI വഴിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വഴിയൊക്കെയാണ് അത് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ രീതികൾ മാറിപ്പോയി. അപ്പോൾ പഴയ കാലത്തെ എയർക്രാഫ്റ്റ് ഇപ്പോഴത്തെ എയർക്രാഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രമേ ദി ഓൺലി വൺ പോയിന്റ് ഇൻ കോമൺ ഈസ് ദി റോറിങ് ഓഫ് ദി എൻജിൻസ്. ഈ എൻജിൻ കിടന്ന് അലർന്നത് അന്നും അലർച്ചയായിരുന്നു, ഇന്നും അലർച്ചയാണ്. ബാക്കിയുള്ള നിയന്ത്രണങ്ങളൊക്കെ മാറിപ്പോയി. ഇപ്പോൾ പൈലറ്റിൻ്റെ മാത്രം കഴിവിലല്ല എയർക്രാഫ്റ്റിൻ്റെ പ്രവർത്തനം. അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ട്രംപും ബാക്കി അമേരിക്കൻ നേതാക്കളൊക്കെ പറയണത് ദിസ് വിൽ പ്രൊവൈഡ് സുപ്പീരിയോറിറ്റി ഫോർ ഡെക്കേഡ്സ് ടു കം. അതായത് ഇനി അനേകം പതിറ്റാണ്ടുകളിൽ നമുക്ക് മറ്റു രാജ്യങ്ങളുടെ മേലിൽ സുപ്പീരിയോറിറ്റി നേടിയെടുക്കാനായിട്ട് കഴിയുന്ന ഉതകുന്ന ഒരു പ്ലെയിനായിട്ടാണ് അദ്ദേഹം ഇതിനെ പറ്റി പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സ്പീഡിനേക്കാൾ കൂടുതലായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റെൽത്ത്, അഡ്വാൻസ്ഡ് സെൻസേഴ്സ്, ലോങ് ഡ്യൂറേഷൻ ഓഫ് ഫ്ലൈറ്റ്, പിന്നെ പ്രിസിഷൻ ബോംബിങ്, ഇതൊക്കെയാണ് നോക്കുന്നത്. വെറുതെ വേഗം പണ്ട് സ്പീഡിൽ കാര്യങ്ങൾ നടത്തി രക്ഷപ്പെടാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊക്കെ വലിയ മാറ്റം വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൊണ്ട് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെൽത്ത് എന്ന് പറയുന്ന സൂത്രത്തിൽ ഒളിഞ്ഞു കയറാനായിട്ടുള്ള അവസരം അതിനുണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ പേരിൻ്റെ പ്രസക്തി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 47 എന്ന് പറഞ്ഞാൽ 47th പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പിന്നെ അമേരിക്കൻ എയർഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് 1947. പിന്നെ F എന്ന് പറഞ്ഞാൽ ഫൈറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ F-14, F-15, F-22 ഉണ്ട്, F-35 ഉണ്ട്. ഇതെല്ലാം ഫൈറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡ് മാക് 2 എന്നാണ് പറയുന്നത്. ട്വൈസ് ദി സ്പീഡ് ഓഫ് സൗണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. ഇതൊക്കെയാണ് പ്രത്യേകത.